നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാൽപ്പാമരാതി കേരം എന്ന ആയുർവേദ ഔഷധത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ട് നാൽപ്പാമരാതി കേരത്തിലെ പ്രധാനപ്പെട്ട ചേരുവകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ചന്ദനം, രാമച്ചം, കൊട്ടം, വെളിച്ചെണ്ണ, പർപ്പടപ്പുല്ല്, നാൽപ്പാമരം എന്നിങ്ങനെ തുടങ്ങിയ നിരവധി ഔഷധങ്ങൾ ചേർത്തിട്ടാണ് ഈ നാൽപ്പാമരാതി കേരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? പൊതുവെ ത്വക്ക് രോഗങ്ങൾക്ക് ആയുർവേദം വിധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തൈലമാണ് നാൽപ്പാമരാതി കേരം. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചൊറി, ചുണങ്ങ്, പുഴുക്കടി മുതലായ ശരീരത്തിൽ കാണുന്ന ത്വക്ക് രോഗങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ട ഒരു തൈലമാണ് നാൽപ്പാമരാതി കേരം. അതുപോലെ തന്നെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ ത്വക്കിൻ്റെ നിറം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു തൈലമാണ്. അതുപോലെ തന്നെ പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നാൽപ്പാമരാതി തൈലം മുഖസൗന്ദര്യം വർദ്ധിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന തൈലമാണല്ലോ, അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ദിവസവും മുഖത്ത് നാൽപ്പാമരാതി കേരം തൈലം ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സാധാരണയായിട്ട് ഈ തൈലം അപ്ലൈ ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇളം ചൂടുവെള്ളത്തിലാണ് ഇത് കഴുകിക്കളയാറുള്ളത്. ആ സമയത്ത് സോപ്പിന് പകരമായിട്ട് ചെറുപയർ പൊടിച്ച് ആ പൊടി ഉപയോഗിച്ച് കഴുകിക്കളയായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ശരീരത്തിന് മുഴുവൻ നിറം വെക്കാൻ വേണ്ടിയും ഈ തൈലം ഉപയോഗിക്കാറുണ്ട്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഈ തൈലം ദേഹത്ത് മുഴുവൻ പുരട്ടി അരമണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞ് ചുടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്കിന്നിൻ്റെ കളർ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രസവാനന്തരം സ്ത്രീകളിലൊക്കെ കണ്ടുവരുന്ന ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കഴുത്തിൻ്റെ സൈഡിലൊക്കെ കണ്ടുവരുന്ന, അതുപോലെ വയറിൻ്റെ അടിഭാഗത്തൊക്കെ കണ്ടുവരുന്ന കറുത്ത കളർ മാറാൻ വേണ്ടിയും ഈ നാൽപ്പാമരാതി തൈലം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നവജാത ശിശുക്കളിലൊക്കെയും ഈ തൈലം ഉപയോഗിക്കാറുണ്ട്. കുട്ടികളിലൊക്കെ കണ്ടുവരുന്ന ത്വക്ക് രോഗങ്ങൾക്കും അതുപോലെ തന്നെ നിറം വർദ്ധിക്കാനൊക്കെ കുട്ടികളിൽ ഈ തൈലം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൈമുട്ടിലും കാലിലൊക്കെ ചില ആളുകൾക്ക് കറുത്ത കളറ് പ്രത്യക്ഷപ്പെടാറുണ്ട്. ആ കളർ മാറാൻ വേണ്ടിയൊക്കെ ഈ തൈലം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ആയുർവേദ ഔഷധങ്ങളും കൃത്യമായൊരു വഴിനിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.